ഹലോ കൂട്ടുകാരെ, ടീച്ചർ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരെല്ലാവരും ടൂർ പോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരും എല്ലാ വണ്ടിയിലൊക്കെ കയറിയിട്ട് മഹേഷ് വാതിലൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും ഉള്ളിലേക്ക് കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എല്ലാവരും പുറപ്പെടാൻ തുടങ്ങും. അപ്പോൾ വീണ പറയേണ്ട, അയ്യോ മഹേഷ് ഏട്ടൻ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു, എനിക്കൊന്ന് ചാവി തരുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് ചാവി കൊടുക്കുന്നുണ്ട്. എന്താ വീണ എങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ചാവി കൊടുക്കുന്നുണ്ട്. സന്തോഷം ചോദിക്കുന്നുണ്ട്, ഞാനും വരണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട സന്തോഷം ഏട്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടീച്ചർ വാതിലൊക്കെ തുറന്ന് ടീച്ചറമ്മ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടീച്ചറമ്മോട് പറയേണ്ട, അമ്മയ്ക്ക് ഒരു 2 ദിവസം സമാധാനമായിട്ടിരിക്കുക, കുറച്ച് ദിവസം സമാധാനമായിട്ടിരിക്കുക, ഈ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലായിടത്തും ഒന്ന് അമ്മയ്ക്ക് കാണാം, എന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് നേരം സമാധാനത്തോട് പുറത്തൊക്കെ ഇരിക്കാം, 2 ദിവസം അമ്മയ്ക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഒന്ന് ഒരുങ്ങിയത് എന്നൊക്കെ വീണ ടീച്ചറമ്മോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് വലിയ സന്തോഷമാവേണ്ട അത് കേൾക്കുന്ന സമയത്ത്. അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കനീനെ ഇതാക്കിയിട്ടുണ്ട്, കനീനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കനി വരും, കനി വന്നിട്ട് അമ്മേനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സന്തോഷത്തോടുകൂടി ടീച്ചറമ്മയോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനി വന്ന് ടീച്ചറമ്മയെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി ടീച്ചറമ്മയോട് അന്ന് രാത്രി ടീച്ചറമ്മ ടൂർ പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതൊക്കെ ഉള്ളത് ടീച്ചറമ്മയോടുള്ളത് ചോദിക്കുന്നുണ്ട് കനി. അപ്പോൾ ടീച്ചറമ്മക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കല്ലുമൊക്കെ അത് ലൈവാക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ മാഷും ഭാര്യയും കാണുന്നുണ്ട്. മാഷും ഭാര്യയും പറയുന്നുണ്ട്, ഇത് നമ്മുടെ ടീച്ചറമ്മയുടെ കാര്യമല്ലേ, ഇത് ടീച്ചറമ്മനെ ആയിരിക്കും ഇതിൻ്റെ അഡ്മിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെ ടീച്ചർ നമ്മളെ കഥ പറയുകയാണെന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.